സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിൽ ഒരു തിരുവചനം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യം 10. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നാം ന്യായപ്രമാണവും ക്രിസ്തു ഈ ക്യാപ്ഷനിലാണ് അല്പസമയം ദൈവവചനം ധ്യാനിക്കുന്നത്. ന്യായപ്രമാണം ദൈവം മോശ വഴി നൽകിയതാണ്. അത് അനുസരിക്കുന്നവർ അതിനാൽ ജീവിക്കുമെന്നും അതിൻ്റെ അനന്തരഫലമായി നൽകപ്പെട്ടു. ഈ ന്യായപ്രമാണം എന്നാൽ 10 കൽപ്പനകൾ മാത്രമല്ല. ദൈവം മോശയെ അരികിൽ വിളിച്ച് 40 ദിനരാത്രങ്ങൾ അഥവാ 40 രാവും പകലും ദൈവസന്നിധിയിൽ ഇരുത്തി ഇസ്രായേൽ ജനത്തിന് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്ന നിയമങ്ങൾ, കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ, ആജ്ഞകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം ദൈവം 40 ദിവസം കൊണ്ട് മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളുടെ സംക്ഷിപ്തമായിട്ടാണ് 10 കൽപ്പന എഴുതി നൽകിയത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കൽപ്പനകൾ വേറെയും ഉണ്ടായിരുന്നു. അതെല്ലാം പഠിപ്പിച്ച ശേഷം 10 കൽപ്പനകൾ മാത്രം എഴുതി നൽകുകയായിരുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് മോശ വഴി ദൈവം നൽകിയ ന്യായപ്രമാണത്തിലെ മുഴുവൻ വചനങ്ങളും, കൽപ്പനകളും, ചട്ടങ്ങളും, വിധികളും, പ്രമാണങ്ങളും അനുസരിച്ചാൽ മാത്രം പോരാ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിൽ പോലും തെറ്റിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 10,000-കണക്കിന് കൽപ്പനകളുണ്ട്, ചട്ടങ്ങളും വിധികളുമുണ്ട്. അതിൽ ഒന്നുപോലും തെറ്റാൻ പാടില്ല. ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായി തീരുകയാണ്. ഒരു മനുഷ്യൻ 100 പടിയുള്ള വളരെ ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് അഥവാ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. 99 പടിയും അവൻ സുരക്ഷിതനായി കയറിക്കഴിഞ്ഞു. എന്നാൽ 100ാമത്തെ പടിയിലേക്ക് ആ മനുഷ്യൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ കാൽ വഴുതി ചുവട്ടിൽ വന്ന് വീണു, മരണപ്പെട്ടു. ഈ അർത്ഥമാണ് ഈ വചനത്തിലൂടെ നൽകിയിരിക്കുന്നത്. 99 പടിയും കയറിയതാണ്, പക്ഷേ 100ാമത്തെ പടിയിൽ കാലിടറിയപ്പോൾ അവൻ വീണ് മരിക്കുവാനിടയായി. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കൽപ്പനകളും എല്ലാം അനുസരിച്ചാലും ഒരു ചോദ്യം അവിടെ അവശേഷിക്കും. ഇനി എന്തെങ്കിലും അനുസരിക്കാതെ വിട്ടിട്ടുണ്ടോ? ഒരു കൽപ്പനയെങ്കിലും അനുസരിക്കാതെ വിട്ടിട്ടുണ്ടോ? അഥവാ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കാതിരുന്നുവെങ്കിൽ മറ്റെല്ലാ കൽപ്പനകളും അനുസരിച്ചിട്ടും ഒരു ഫലവുമില്ലാതെയായിത്തീരുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ
അവൻ്റെ ജന്മ കർമ്മ പാപങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കാൽവരി യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ കാൽവരിയിൽ ബലിയായി തീർന്നത്, നീ എൻ്റെ രക്ഷകൻ എന്ന് സമ്മതിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, മാനസാന്തരത്തിനായി സമർപ്പിക്കുമ്പോൾ, അനുദപിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നു. എത്ര വലിയ ശ്രേഷ്ഠമായ അനുഭവം! വളരെ ലളിതമായ ഒരു ചെറിയ വിശ്വാസത്തിലൂടെ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി യേശു മാറുന്ന അനുഭവം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മറക്കുമോ?